സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കേസിൽ പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും മുൻ MLA-യുമായ PT കുഞ്ഞുമുഹമ്മദിനെ ഉടൻ ചോദ്യം ചെയ്യും. പരാതി നൽകിയ സംവിധായകയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കന്റോൺമെന്റ് പോലീസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ കൊടുത്തു. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത്. പ്രതീഷ്, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. SKN, ഗുഡ് മോർണിംഗ്. സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന പരാതി കഴിഞ്ഞ നവംബർ 27-നാണ് ഈ ചലച്ചിത്ര പ്രവർത്തക മുഖ്യമന്ത്രിക്ക് നൽകുന്നത്. തുടർന്ന് ആ പരാതി പോലീസിന് കൈമാറുകയും ഈ കഴിഞ്ഞ 8-ാം തീയതി സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. പ്രാഥമിക പരിശോധന നടത്തിയതിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ആ പ്രാഥമിക മൊഴി എടുത്തതിന് ശേഷം വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നതിനാണ് ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് അപേക്ഷ നൽകിയിരിക്കുന്നത്. രഹസ്യമൊഴിയായിരിക്കും ചലച്ചിത്ര പ്രവർത്തകയുടേത് രേഖപ്പെടുത്തുന്നത്. ഈ മൊഴി രേഖപ്പെടുത്തിയ ശേഷം സംവിധായകനെ ചോദ്യം ചെയ്യാനാണ് നിലവിൽ കന്റോൺമെന്റ് പോലീസിന്റെ തീരുമാനം. PT കുഞ്ഞുമുഹമ്മദിന് അറിയിപ്പ് നൽകി അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്യും എന്നതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ കേസ് എടുക്കുന്നതിലടക്കം ചില കാലതാമസങ്ങൾ ഉണ്ടായി എന്ന ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം 27-ാം തീയതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. പിന്നീട് 2-ാം തീയതി പോലീസിന് പരാതി കൈമാറുകയും 8-ാം തീയതിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തിരക്കാണ് നടപടിക്രമങ്ങൾ വൈകുന്നത് എന്നതാണ് പോലീസിന്റെ വിശദീകരണം. എന്തായാലും ഇപ്പോൾ നടപടികൾ വേഗത്തിലാകുന്നുണ്ട്. ഇന്നലെ രഹസ്യമൊഴിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ PT കുഞ്ഞുമുഹമ്മദിനെ ചോദ്യം ചെയ്യും എന്നതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ പരാതി നേരത്തെ തന്നെ കുഞ്ഞുമുഹമ്മദ് നിഷേധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ മോശം പെരുമാറ്റം ഉണ്ടായിട്ടില്ല, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താൻ മാപ്പ് ചോദിക്കുന്നു എന്നുള്ള പ്രതികരണമൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ നിലവിലൊരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി കൂടി ആയതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെയും തീരുമാനം. താങ്ക് യു MG പ്രതീഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.